കേരളത്തിലേക്ക് മെസ്സി വരുന്നു എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ചവരാണ്, നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ മെസ്സി വരുന്നില്ല, അർജന്റീനൻ ടീം വരുന്നില്ല എന്ന് അറിയുന്നു. ഈ അർജന്റീന ടീം വരാതെ അവർ കൃത്യമായിട്ട് പൈസ കൊടുത്തില്ല, അത് തന്നെ കാര്യം. ഈ സ്പോൺസർമാർ പറ്റിച്ചു എന്നാണ് ഈ കായിക ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഈ സ്പോൺസർമാർ പിന്മാറിയതും സ്പോൺസർമാർ ശരിക്കും പ്രതികരിക്കാത്തതും കൃത്യമായി പൈസ അർജന്റീനയിൽ എത്താത്തതുമാണ് ഈ അർജന്റീന ടീം മാറിയതെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കായിക വകുപ്പ് കൊട്ടിഘോഷിച്ചു കേരളത്തിലേക്ക് മെസ്സി വരുന്നത്. ഫുട്ബോൾ ആരാധകർ, കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ മെസ്സി വരുന്നതും കാത്ത് സ്വപ്നം കണ്ട് ഉറങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർമാരൊക്കെ പിന്മാറി, അവർക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്പോൺസർമാരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല എന്ന് പറയുന്നു. നമുക്കെന്തായാലും സലീം മാലിക് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. സലീം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കായിക വകുപ്പ് ഒരു അർജന്റീനൻ ടീമുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞു. ഇപ്പോൾ മെസ്സിയുടെ പൊടിയില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ, സംസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശയാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും മെസ്സി കേരളത്തിലെത്തുന്നു എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ സ്പോൺസർമാർ 3 പേരായിരുന്നു അതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരായി ഉണ്ടായിരുന്നത്. ഈ 3 പേരും ഇപ്പോൾ ഈ തുക നൽകാൻ, ജനുവരിയിൽ തുക നൽകണം എന്നുള്ളതായിരുന്നു സ്പോൺസർമാർ പറഞ്ഞ തുക നൽകണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അത് നൽകിയതുമില്ല. ഇപ്പോൾ കായിക വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഈ 3 സ്പോൺസർമാരോടും വിശദീകരണം തേടിയ ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ആലോചന. കാരണം പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിയും ഒപ്പം തന്നെ മറ്റ് 2 പൊതുസ്ഥാപനങ്ങളും ആണ് ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷവും ഈ മെസ്സിയെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 300 കോടി രൂപയായിരുന്നു ഈ സ്പോൺസർമാരിൽ നിന്നും ഈടാക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ തന്നെ 200 കോടി രൂപ അർജന്റീന ടീമിന് മാത്രമായി നൽകുകയും ബാക്കി 100 കോടി രൂപ ഈ നടത്തിപ്പ് ചുമതലയും ചെലവുകൾക്കുമായി എന്നുള്ളതായിരുന്നു കായിക വകുപ്പിന്റെ തീരുമാനം. പക്ഷേ ജനുവരിയിൽ അടയ്ക്കേണ്ട തുക ഇതുവരെയും അടയ്ക്കാത്തതിനാൽ തന്നെ അർജന്റീന ഫുട്ബോൾ ടീം വരുന്നില്ല എന്നറിയിക്കുകയായിരുന്നു. മാത്രമല്ല, അർജന്റീന ടീം അതുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ ബാക്കി ഫിക്സ്ചറുകൾ പുറത്തുവിട്ടപ്പോൾ അതിൽ കേരളത്തിലേക്കുള്ള പര്യടനം ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട അവരും ഈ ടീം അധികൃതരും കേരളത്തിനെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അവർ അവരുടെ ചാർട്ടുകളും ഫിക്സ്ചറുകളും വളരെ നേരത്തെ തയ്യാറാക്കുന്നതാണ്, കോടികൾ മൂല്യമുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്ലെയിം വരികയും അവർ ഇവിടെയൊക്കെ കളിക്കാൻ, കേരളത്തിലെ കൂടി ആരാധകരുടെ വികാരം ഒക്കെ അർജന്റീന ഫുട്ബോൾ ടീമിന് തന്നെ നേരിട്ട് അറിവുള്ളതാണ്. ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് കേരളത്തിൽ നിന്നുള്ള ആരാധകരുടെ വികാരം അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജിൽ ഉൾപ്പെടെ അവർ പങ്കുവച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്ലെയിം കൂടി പരിഗണിച്ചുകൊണ്ട് അർജന്റീന ടീം കേരളത്തിലേക്ക് എത്താമെന്ന് അറിയിച്ചത്. പക്ഷേ അങ്ങനെ ഒന്നിന് സാധിക്കാതെ വന്നതിൽ കേരളത്തിനെതിരെ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ആലോചന അർജന്റീനയ്ക്ക് ഫുട്ബോൾ ടീമിനുണ്ട്. അതിനിടയിലാണ് കായിക വകുപ്പ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിശദീകരണം നൽകാൻ ഈ 3 സ്പോൺസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കേരളത്തിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു അർജന്റീന ടീം അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഇനി എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. എസ് കെ. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.